സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. ഓരോ ദിവസത്തിൻ്റെയും ദൈർഘ്യം വളരെയധികം കുറവാണ് എന്ന് തോന്നുന്ന നിലയിൽ എത്രയോ പെട്ടെന്നാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങൾ നാം വളരെ നന്നായി ഓർമ്മിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വാസ്തവത്തിൽ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല, അതെല്ലാം നമ്മുടെ അനുഭവങ്ങളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പകാലത്തെ പെട്ടെന്ന് മറക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ ചെറിയ ക്ലാസ്സിൽ ചെറിയ ബാഗും ചെറിയ കുടയും സ്ലേറ്റും കല്ലുപെൻസിലും ഒക്കെയായി പോയിരുന്നതായ ഒരു കാലമുണ്ടായിരുന്നു. അത് ആർക്കും മറക്കുവാൻ സാധിക്കാത്ത ഒരു കാലമാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ളതായ ഒരു കാലം സ്വപ്നം കാണാൻ പോലും സാധിക്കയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. വാസ്തവത്തിൽ ആ കാലം വളരെ സുന്ദരമായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഗ്രാമീണതയുടെ മനോഹാരിതയും നിഷ്കളങ്കതയും എല്ലാം ചേർന്നിരുന്ന ഒരു സുന്ദരമായ ജീവിതം ആ കാലത്ത് അനുഭവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വാസ്തവത്തിൽ അതെല്ലാം ഒരു സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. കാരണം കൃഷി വിഭവങ്ങൾ നിറഞ്ഞിരുന്നതായ ഒരു സമയം, എല്ലാ പറമ്പുകളിലും കൃഷി ചെയ്തിരുന്നത് കൊണ്ട് ഒരു സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയായിരുന്നു അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. മാത്രവുമല്ല, ഒരു സ്ഥലത്തുള്ള ആളുകൾ തമ്മിൽ ദൃഢമായ ഒരു ആത്മബന്ധം ആ കാലത്തുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ലോഡ്ജുകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ യാത്ര പോകുമ്പോൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പാർട്ട്മെൻറ്റുകളെ പറ്റി കേട്ടുകേഴ്വി പോലും ആ സമയത്തില്ലായിരുന്നു. ബോംബെ മുതലായ പട്ടണങ്ങളിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ സാധാരണമായ ഗ്രാമാന്തരീക്ഷത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾ എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഓരോ നാട്ടിലും ഗ്രാമങ്ങളിലും ആരൊക്കെയാണ് താമസിക്കുന്നത്, ആരുടെയൊക്കെ വീടുകളുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ എല്ലാവർക്കും നല്ല അറിവുള്ളതായ ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം എല്ലാവരും തമ്മിൽ പരസ്പര ബന്ധം ദൃഢമായിരുന്ന ഒരു സമയം. എന്നാൽ ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോയത് എത്ര പെട്ടെന്നാണ്. വളരെ പെട്ടെന്ന് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഗ്രാമാന്തരീക്ഷങ്ങൾക്ക് വളരെ വലിയ വ്യതിയാനങ്ങളുണ്ടായി. പഴയ കാലത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും ഇന്ന് തിരക്കേറിയ ടൗണുകളായി മാറി. അന്നത്തെ ചെറിയ ചെറിയ മൺ റോഡുകൾ ഇന്ന് വലിയ ഹൈവേകളായി മാറി. ആ കാലത്തെ സ്വാഭാവിക വനങ്ങൾ ഇന്ന് കോൺക്രീറ്റ് വനങ്ങളായി മാറി. എവിടെ നോക്കിയാലും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും മാത്രം. കാലം ചലിക്കുന്നത് വളരെ പെട്ടെന്നാണ്. ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുന്നത് വാസ്തവത്തിൽ നാം അറിയുന്നതേയില്ല. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇതൊക്കെ നോക്കാൻ ആർക്കാണ് സമയമുള്ളത്? പണമാണ് വലുതെന്നും കുറേ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാമായി എന്നും വിചാരിക്കുന്ന ധാരാളം ആളുകളുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുമോ? ഒരിക്കലുമില്ല എന്ന് ദൈവവചനം പറയുന്നു. പണച്ചാക്കുകളുടെ മീതെ കിടക്കുന്ന പലർക്കും രാത്രിയിൽ നേരാവണ്ണം ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്നുള്ളതത്രേ. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കും. എങ്ങനെയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? വ്യർത്ഥമായതിൻ്റെ പിന്നാലെ നടന്ന് സമയം കളയാതെ ജീവിതത്തിൽ നേടേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം നേടുമ്പോഴാണ് വാസ്തവത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. എന്താണ് ജീവിതത്തിൽ നേടേണ്ടുന്നത്? ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? നാം ജീവനോടെ ഇരിക്കുമ്പോൾ നേടേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ആത്മരക്ഷയാണ്, ആത്മാവിൻ്റെ മോക്ഷമാണ്. അതെങ്ങനെയാണ് പ്രാപിക്കുവാൻ സാധിക്കുക? അത് സാധ്യമാക്കി തരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടതും. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്
ആത്മരക്ഷ ലഭിക്കുന്നു. അവർ നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ വാസം ചെയ്യുന്നു. അല്ലാത്തവർ നിത്യമായ ദണ്ഡനത്തിനായും നിത്യമരണത്തിനായും പിശാചിനവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും? ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ഏതിനും കൊള്ളാതെ താപവും പേറി ഏകാന്തതയിൽ ഞാനിരുന്നു. എന്നാഥനേശുവൻ ചാരേ വന്നു, എൻ ചൂടു കണ്ണീരവൻ തുടച്ചു. ഏതിനും കൊള്ളാതെ താപവും പേറി ഏകാന്തതയിൽ ഞാനിരുന്നു. എന്നാഥനേശുവൻ ചാരേ വന്നു, എൻ ചൂടു കണ്ണീരവൻ തുടച്ചു. എന്നെ കണ്ടെത്തിയ, എന്നെ കരുതിടുന്ന എൻ്റെ കർത്താവെല്ലാം